എന്തിനാ എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ കേൾക്കാൻ പോകുന്നത്? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവരുടെ കൂടെ അങ്ങ് പോകാൻ സമ്മതിച്ചാൽ പോരായിരുന്നോ? എനിക്ക് അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ലടി. നിന്റെ മക്കളുടെയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും ഒരു കൂട്ടുകാരുടെ കൂടെ പോയാലും കിട്ടില്ല. എന്തുവാ ചേട്ടാ വന്നിട്ട് ഇവിടെ തന്നെ അങ്ങിരുന്നത്? ഭാഗത്ത് വാ. ഓ ഒന്നുമില്ലടി. എന്തോ മനസ്സിലുണ്ടല്ലോ എന്നോട് പറയാൻ. നമുക്കേ നാളെ ഒരു ടൂർ പോയാലോ? ഒരു വൺ ഡേ ടൂർ. അതിനെന്താ ചേട്ടാ, പോകാലോ. യോ, ഒരു മാസമല്ലേ ആയുള്ളൂ നമ്മൾ ടൂർ പോയിട്ട് വന്നിട്ട്. അല്ല, ഇപ്പൊ എന്താ അങ്ങനെ തോന്നാൻ? അതെ, മറ്റന്നാൾ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് എല്ലാം കൂടി ഒരു ടൂർ പോകുന്നുണ്ട്. ഞാനാവെന്നും പറഞ്ഞതാ അവരോട് വരുന്നില്ലെന്ന്. അതെന്താ? പക്ഷെ അവരതങ്ങോട്ട് സമ്മതിക്കുന്നില്ല. എന്താ കാരണം അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി, ഇതുവരെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൂട്ടാതെ എങ്ങും ഞാൻ ടൂർ പോയിട്ടില്ലെന്ന്. എന്നിട്ട് അവരെന്നെ കളിയാക്കിയടി. നീ ഒരാണല്ലേ, നിനക്ക് നിൻ്റെതായ ഇഷ്ടങ്ങളില്ലേ, നീ എല്ലാം നിന്റെ ഭാര്യയ്ക്ക് അടിമപ്പെടുത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. എന്തിനാ എൻ്റെ ചേട്ടൻ ഇങ്ങനെയൊക്കെ കേൾക്കാൻ പോകുന്നത്? ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അവരുടെ കൂടെ അങ്ങ് പോകാൻ സമ്മതിച്ചാൽ പോരായിരുന്നോ? എനിക്ക് അങ്ങനെയൊന്നും പോകാൻ താല്പര്യമില്ലടി. നിന്റെ മക്കളുടെയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും ഒരു കൂട്ടുകാരുടെ കൂടെ പോയാലും കിട്ടില്ല. പക്ഷെ പൊതുവെ ആണുങ്ങൾക്ക് ഇഷ്ടം കൂട്ടുകാരുടെ കൂടെ ഒക്കെ ഒന്ന് അടിച്ചു പൊളിക്കാനാണ്. പക്ഷെ നീ എന്നോട് ഇടപെടുന്നത് കൂട്ടുകാർ ഇടപെടുന്നതിലും അപ്പുറമല്ലേ. നിന്റെ മക്കളെ സന്തോഷം കാണുമ്പോഴാണ് എൻ്റെ ഈ മനസ്സ് നിറയുന്നത്. ആ ഒരു സന്തോഷമൊന്നും കൂട്ടുകാരുടെ കൂടെ ടൂർ പോയാൽ കിട്ടത്തില്ല. എനിക്കറിയാം ഈ മനസ്സ്. എന്നിട്ട് എന്ത് പറഞ്ഞ അവസാനം? ഓ പിന്നെന്താ വരാ, അവര് കളിയാക്കിയപ്പോ പിന്നെ വരാമെന്ന് സമ്മതിച്ചു. അതിനെന്താ, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, പോയിട്ട് വാ. എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് സന്തോഷം വരണമെങ്കിൽ നമുക്ക് നാളെ മക്കളെയും കൂട്ടി പുറത്തു പോയെന്ന് കറങ്ങി വരാം. അതിനെന്താ, പോകാമല്ലോ. ഈ ചേട്ടൻ്റെ ഒരു കാര്യം, ഇങ്ങനെ ഒന്നത്തെ കിട്ടിയതേ എൻ്റെ തിങ്കളാഴ്ച നേരിന്റെ ഫലമായിരിക്കും.